ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു തുടർച്ചയായ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. സമാന്തര ശ്രേണി എങ്ങനെയാണ്, എന്താണ് സമാന്തര ശ്രേണി, അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്നും അതിനകത്ത് ഒരു സ്ഥിരപദം ആഡ് ചെയ്ത് പോകുമ്പോഴാണ് അതൊരു സമാന്തര ശ്രേണിയാകുക, അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആകുക. കോൺസ്റ്റന്റ് ടേം, ആ സ്ഥിരപദത്തെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കും. എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് ടേംസ്, ഒരു സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അങ്ങനെ കുറെ, പിന്നെ nth ടേം, ബീജഗണിത രൂപം അല്ലെങ്കിൽ എന്നാം പദം, ഒരു സമാന്തര ശ്രേണിയുടെ nth ടേം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു 2-3 ക്ലാസ് ഓൾറെഡി നമ്മളുടെ അരിത്തമെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് അരിത്തമെറ്റിക് സീക്വൻസിന്റെ 4th ക്ലാസ് ആണ്. അതിന്റെ തന്നെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഇനിയും പഠിക്കാനുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കിയാലോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയത് nth ടേം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം രൂപീകരിക്കുക, അല്ലെങ്കിൽ nth ടേം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പഠിച്ചു. nth ടേം കണ്ടുപിടിക്കാൻ a+n-1 × d എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ അതിന് അപ്ലൈ ചെയ്യുന്നത്. a മീൻസ് ഫസ്റ്റ് ടേം ആണ്. a എന്ന് പറഞ്ഞാൽ ഒന്നാം പദം, n എന്ന് പറഞ്ഞാൽ എത്ര ടേംസ് നമുക്ക് കണ്ടുപിടിക്കണം, ആ ടേംസിന്റെ എണ്ണമാണ്. പക്ഷെ nth ടേമിൽ നമുക്ക് ആ n ഉണ്ടാവില്ല, n ന്റെ വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അവിടെ n ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. n-1 × d കോമൺ ഡിഫറൻസ് ആണ്. ആ ഒരു ഇക്വേഷൻ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് nth ടേം ഓഫ് an arithmetic sequence, ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം രൂപീകരിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അവിടെ നിന്ന് തന്നെയാണ് വീണ്ടും നമ്മൾ തുടങ്ങുക. nth ടേം, ഇഫ് nth ടേം ഓഫ് an arithmetic sequence is given, ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം തന്നിരുന്നാൽ how can we form the arithmetic sequence, നമുക്ക് എങ്ങനെ ഒരു സമാന്തര ശ്രേണി രൂപീകരിക്കാം? എന്നാം പദം തന്നിട്ടുണ്ട്, nth ടേം തന്നിട്ടുണ്ട് ഡയറക്ട്ലി. എങ്ങനെ നമുക്ക് അതിന്റെ ടേംസ് കണ്ടുപിടിച്ച് അതൊരു സമാന്തര ശ്രേണിയായിട്ട് രൂപീകരിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണോ, അല്ലെങ്കിൽ ഏതെങ്കിലും പൊസിഷനിലുള്ള വാല്യൂ കണ്ടുപിടിക്കണോ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്ക് ചെയ്തു തുടങ്ങാം. 2-3 പ്രോബ്ലംസ് അതുമായി റിലേറ്റ് ചെയ്ത് ചെയ്യാം. ഇപ്പോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തന്നിരിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1, nth ടേം ഓഫ് ആൻ arithmetic sequence is, nth ടേം ആണ്, എന്നാം പദം തന്നിട്ടുണ്ട്. nth ടേം ഓഫ് ആൻ arithmetic sequence is given, that is 4n-1, 4n-1 എന്നതാണ് ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം, nth ടേം എങ്കിൽ what is the sequence, എന്തായിരിക്കും ആ അരിത്തമെറ്റിക് സീക്വൻസ്, എന്തായിരിക്കും ആ സമാന്തര ശ്രേണി? സമാന്തര ശ്രേണി എഴുതുമ്പോൾ നമ്മൾ ഒരു 2-3 പദങ്ങൾ, ആദ്യത്തെ ഫസ്റ്റ് 3 ടേംസ് എങ്കിലും എഴുതണം എന്നാണ് അതിന്റെ ഒരു രീതി. അതായത് സമാന്തര ശ്രേണി എഴുതുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് 3 ടേംസ് എങ്കിലും നമ്മൾ ഫോം ചെയ്ത് എഴുതണം. അപ്പൊ നമുക്ക് എന്നാം പദം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ഒക്കെ കണ്ടുപിടിച്ച് നമുക്ക് അതൊരു സമാന്തര ശ്രേണിയായിട്ട് രൂപീകരിക്കാം. ഇഫ് n ഈസ് ദ നമ്പർ ഓഫ് ടേംസ്, അതായത് n എന്ന് പറയുന്നത് ഓരോ പൊസിഷനിൽ വരുന്ന സംഖ്യകളാണെങ്കിൽ, ഓരോ പൊസിഷനിൽ വരുന്ന സംഖ്യ ആണെങ്കിൽ n എന്ന് പറയുന്നത് എങ്കിൽ നമുക്ക് എന്നാം പദം ഇവിടെ തന്നിട്ടുണ്ട് 4n-1. നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേമും ഒക്കെ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ടേം ആണ് നമുക്ക് കാണേണ്ടത്. ഫസ്റ്റ് ടേം n എന്ന് പറയുന്നതിന്റെ പൊസിഷൻ 1 ആണ്. ഒന്നാമത്തെ പൊസിഷനിലുള്ള സംഖ്യ കാണാൻ പറഞ്ഞാൽ n-ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. 4 × n-ന് പകരം ഞാൻ 1 കൊടുക്കുന്നു, -1. 4 × 1 4 തന്നെയാണ്, -1 that is 3. 4-ന്ന് 1 കുറച്ചാൽ 3. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി അല്ലെ? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് 3 ടേംസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കോൺസിക്യൂട്ടീവ് ആയിട്ട് നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും സെക്കൻഡ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ 4 × സെക്കൻഡ് പൊസിഷനിലെ സംഖ്യ ആയതുകൊണ്ട് 4 × 2 -1. 4 × 2 എത്രയാണ്? 8 ആണ്. 8 - 1 that is 7. രണ്ടാം പദം കിട്ടി. തേർഡ് ടേം കൂടി കണ്ടുപിടിക്കാം. എന്നാലാണ് നമുക്ക് ഒരു എന്താ പറയാ, ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുന്നത് ശരിയാണോ എന്നറിയാം. അതുപോലെ തന്നെ ആ ഒരു രീതി കറക്റ്റ് ആക്കാൻ, അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒരു ഫോമാറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേർഡ് ടേം കൂടി കണ്ടുപിടിക്കാം. 4 × 3, തേർഡ് ടേം ആയതുകൊണ്ട് 3, സെക്കൻഡ് ടേം ആയപ്പോൾ നമ്മൾ 2 കൊടുത്തു, ഫസ്റ്റ് ടേം ആയതുകൊണ്ട് 1 കൊടുത്തു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എഴുതാം. 4 × 3 നമുക്കറിയാം 12 - 1, 12 - 1 11. അപ്പൊ നോക്കിയാൽ നിങ്ങൾ, നമുക്ക് കിട്ടിയിരിക്കുന്ന 3 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിയിട്ടുണ്ട്. സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ. സോ വാട്ട് ഈസ് ദ അരിത്തമെറ്റിക് സീക്വൻസ്? തന്നിരിക്കുന്ന എന്നാം പദം ഉപയോഗിച്ച്, nth ടേം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഒരു സമാന്തര ശ്രേണി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ടേം 3 ആണ്, സെക്കൻഡ് ടേം 7 ആണ്, തേർഡ് ടേം 11 ആണ്. അപ്പൊ കിട്ടിയല്ലോ, സമാന്തര ശ്രേണി രൂപീകരിച്ചു. 3, 7, 11 എന്നാണ് ഈ സമാന്തര ശ്രേണി. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് d? വാട്ട് ഈസ് d ഇൻ ദ ഗിവൺ സീക്വൻസ്? ഈ
തന്നിരിക്കുന്ന ശ്രേണിയുടെ ഡി എന്തായിരിക്കും? T2 മൈനസ് T1. നമുക്കറിയാം ഇക്വേഷൻ അല്ലെ. T2 എന്ന് പറയുന്നത് രണ്ടാം പദം. രണ്ട് അടുത്തടുത്ത പദങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ കണക്കിലെടുക്കുമ്പോൾ അതിലെ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കാം. 7 - 3 that is 4. കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നിങ്ങൾക്ക് ഈ ഒരു സമാന്തര ശ്രേണിയിൽ ഏത് പൊസിഷനിലുള്ള വേണമെങ്കിലും സംഖ്യ കണ്ടുപിടിക്കാം. 10th പൊസിഷനിലെ കാണാം, 20th 100th ഏത് പൊസിഷനിലെ സംഖ്യ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അതിന് നമുക്ക് a + n - 1 × d കൊടുത്താൽ മതി. അപ്പൊ കിട്ടിയല്ലോ. nth ടേം തന്നാൽ അതിന്റെ ഫസ്റ്റ് 3 പൊസിഷനിൽ വരുന്ന സംഖ്യകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ nth ടേം തന്നു കഴിഞ്ഞാൽ n-ന്റെ വാല്യൂസിന് 1, 2, 3 എന്ന് കൊടുത്ത് നമുക്ക് ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. 3n + 2 മറ്റൊരു nth ടേം ആണ് തന്നിരിക്കുന്നത്. ഇതൊരു n-ആം പദം തന്നെയാണ്. n ചേർന്ന് വരുന്ന പദമായതുകൊണ്ട് തന്നെ ഇറ്റ്സ് കോൾഡ് nth ടേം. n-ആം പദം എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ ആൾജിബ്രിക് ഫോം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നും പറയാം, ബീജഗണിത രൂപം എന്ന് പറയാം. n ആയതുകൊണ്ടാണ്, n എന്ന് പറയുന്ന ഒരു വേരിയബിൾ അവിടെ ചേർന്നത് കൊണ്ടാണ് അതിന് ബീജഗണിത രൂപം എന്നോ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ nth ടേം 3n + 2 ആയിട്ട് വരുന്ന മറ്റൊരു സമാന്തര ശ്രേണി നമുക്ക് രൂപീകരിക്കണം. അപ്പൊ നമ്മൾ വീണ്ടും ഇതിനകത്തെ ഒന്നാം പദം നമുക്ക് കണ്ടുപിടിക്കാം. 3 × 1 + 2. 3 × 1 3 തന്നെയാണ്, +2 3 + 2 that is 5. ഒന്നാം പദം കിട്ടി. ഇനി രണ്ടാം പദം കാണണമെങ്കിൽ 3 × 2 2ആണ് പൊസിഷൻ. +2 കൊടുക്കുന്നു. 3 × 2 6 + 2 6 + 2 8. അടുത്തത് തേർഡ് ടേം മൂന്നാം പദം 3 × 3 + 2 എത്രയാണ്? 9 + 2 that is 11. കിട്ടിയല്ലോ. അപ്പൊ 3 ടേംസ് 3 പദങ്ങൾ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി എടുത്തെഴുതാം. 5, 8, 11 എന്നാണ് നമുക്ക് രണ്ടാമത് നമ്മൾ കണ്ടുപിടിച്ച അല്ലെങ്കിൽ നമുക്ക് തന്നിരുന്ന nth ടേം. രണ്ടാമത് തന്നിരുന്ന ബീജഗണിതം n-ആം പദം ഉപയോഗിച്ച് നമ്മൾ ശ്രേണി രൂപീകരിച്ചു. 5, 8, 11. അപ്പൊ ഇത് ഒരു രീതിയിൽ നമുക്ക് nth ടേം തന്നാൽ, n-ആം പദം തന്നാൽ ഒരു സമാന്തര ശ്രേണി നമുക്ക് രൂപീകരിക്കും. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? സമാന്തര ശ്രേണി തന്നിട്ട് n-ആം പദത്തെ കണ്ടുപിടിച്ചു അല്ലെ, nth ടേം കണ്ടുപിടിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? nth ടേം തന്നിരിക്കുന്നു, n-ആം പദം തന്നിരിക്കുന്നു, നമ്മൾ അതിന്റെ സമാന്തര ശ്രേണി കണ്ടുപിടിച്ചു. മറ്റൊരു ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. 10n ഇതൊരു n-ആം പദമാണ്. 10n 10n എന്ന് വെച്ചാൽ 10 × n-ന്റെ സ്ഥാനത്ത് നമ്മൾ ഓരോ പൊസിഷണൽ വാല്യൂസ് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഒന്നാം പദം ഫസ്റ്റ് ടേം എന്തായിരിക്കും? അപ്പൊ 10 × 1 that is 10 itself. സെക്കൻഡ് ടേം, അപ്പൊ സെക്കൻഡ് ടേം എന്തായിരിക്കും? 10 × 2 20. തേർഡ് ടേം എന്താണ്? 10 × 3. ഓരോ പൊസിഷൻ അനുസരിച്ച് നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ദ അരിത്തമെറ്റിക് സീക്വൻസ് വിൽ ബി 10, 20, 30. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? നോക്കിയേ, ഇതും ഒരു ബീജഗണിത രൂപത്തിൽ തന്നിട്ട് നമ്മൾ അതിന്റെ സമാന്തര ശ്രേണി രൂപീകരിച്ചപ്പോ നോക്കിയാൽ നിങ്ങൾ, ഇതും ഒരു സമാന്തര ശ്രേണിയല്ലേ? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. 10, 20, 30 അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. 10 ആണ് ഇതിന്റെ കോമൺ ഡിഫറൻസ്. 10 വീതം കൂട്ടിപ്പോകുന്ന ഒരു സമാന്തര ശ്രേണി നമുക്ക് കിട്ടുന്നു. ഇനി ഒരെണ്ണം കൂടി നമുക്ക് ഒരു ഡിഫറെന്റ് ടൈപ്പിലുള്ളത് മറ്റൊരെണ്ണം കൂടി ചെയ്യാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. ½ n + 1 ഇത് ഒരു n-ആം പദം തന്നെയാണ്. അതായത് അര n + 1 എന്ന് പറഞ്ഞ് മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് nth ടേം തന്നിരിക്കുകയാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ½ n എന്ന് പറയുമ്പോൾ അര × n ആണ്. n-ന്റെ സ്ഥാനത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ടേം കിട്ടാൻ 1 കൊടുക്കുക, സെക്കൻഡ് ടേം കിട്ടാൻ 2 കൊടുക്കുക, തേർഡ് ടേം കിട്ടാൻ 3 കൊടുക്കുക. അങ്ങനെ ചെയ്ത് ഈ ഒരു ഇക്വേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു n-ആം പദത്തിൽ നമുക്കത് കൊടുത്ത് നമുക്ക് ഓരോ പദങ്ങളും കണ്ടുപിടിക്കാം. ഒന്നാം പദം എന്ന് പറയുമ്പോ അര × 1 + 1. അര × 1 + 1. അര × 1 എന്ന് പറയുമ്പോൾ അര തന്നെ. അര + 1. 1ന്റെ കൂടെ അര ചേർന്നാൽ 1.5. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടേം. 1.5. 1.5 1ഉം അരയും കൂടി ചേർന്ന് അര × 1 എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യയുടെ കൂടെയും 1 ഗുണിച്ചാൽ സംഖ്യ തന്നെയായിരിക്കുമല്ലോ. അപ്പൊ ½ × 1 എന്ന് പറഞ്ഞാൽ ½ തന്നെയാണ്. ½ + 1 1.5. ഒന്നാം പദം കിട്ടി. ഇനി രണ്ടാം പദം എത്രയായിരിക്കും? അപ്പൊ രണ്ടാം പദം കിട്ടണമെങ്കിൽ ½ × 2 2 കൊടുക്കണം. പൊസിഷൻ 2 ആണ്. +1 അവിടെ എഴുതാം. ഈ ഹാഫിന്റെ ഈ രണ്ടും അടി എന്താ പറയാ പൊസിഷന്റെ രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ഇവിടെ അടിയിൽ ഒരു 2 ഉണ്ട്. ½ × 2 എന്നായിരുന്നു. ഇൻറ്റു ചെയ്യാനുള്ളത് കൊണ്ട് ഇത് രണ്ടും ഈ മുകളിലുള്ള രണ്ടും നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പൊ ഇവിടെ ബാക്കി എന്തുണ്ട്? 1 മാത്രമേ ഉള്ളൂ. 1 + 1 that is 2. രണ്ടാമത്തെ പദം നമുക്ക് കിട്ടിയത് 2 ആണ്. Then what is the third term? മൂന്നാം പദം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? തേർഡ് ടേം കിട്ടാനായിട്ട് മൂന്നാം പദം കിട്ടാൻ ½ × 3 + 1. ½ × 3 എന്ന് പറഞ്ഞാൽ 3/2 അല്ലെ? 3/2 + 1. 3/2ന്റെ അർത്ഥം നമുക്കറിയാലോ 1.5 ആണ്. 1.5 + 1 that is
2.5 അതാണ് നമുക്ക് മൂന്നാം പദം കിട്ടുക. ഇവിടെ നോക്കിയേ 3 1/2 ഇൻറ്റു 3 3 അരകൾ ചേർന്നാൽ അര ഇൻറ്റു 3 എന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് 3 ഇൻറ്റു ഹാഫ് ആണ്. 3 ഇൻറ്റു ഹാഫ് മീൻസ് 3/2 അല്ലെങ്കിൽ 1.5 എന്ന് നമുക്ക് പറയാം. അതാണ് ഇത് ഇവിടെ 1.5 എഴുതിയിരിക്കുന്നത്. 1.5യുടെ കൂടെ +1 ചെയ്യണമല്ലോ. അപ്പൊ അതെന്തായി +1 കൂടി ചേർന്ന് 2.5. അപ്പൊ എന്തായിരിക്കും അതിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് വരിക? therefore the arithmetic sequence is ആദ്യത്തേത് 1.5 രണ്ടാമത് കിട്ടിയ സംഖ്യ 2 അടുത്തത് 2.5 ഉണ്ടാവും. ഇതാണ് സമാന്തര ശ്രേണി. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ഹാഫ് വെച്ച് അര വീതം കൂടി പോയിരിക്കുന്നു. 1.5 1.5യുടെ കൂടെ അര കൂട്ടി 2 2ന്റെ കൂടെ അര കൂട്ടി 2.5. അപ്പൊ ഇതൊരു സമാന്തര ശ്രേണിയായിട്ട് വന്നിരിക്കുന്നു. അപ്പൊ നമുക്കൊരു ഫ്രാക്ഷൻ ഉപയോഗിച്ചുള്ള ഒരു nth ടേം ഒരു n-ാം പദം തന്നാലും നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ പൊസിഷൻസ് കൊടുത്ത് നമുക്ക് അതിന്റെ സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യാൻ പറ്റും. അപ്പോ nth ടേം തന്നാൽ അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പഠിച്ചത് ഓർക്കണം. പൊസിഷൻ കൊടുത്താൽ മതി, ഏത് ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യാൻ നമുക്ക് nth ടേം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ പല രീതിയിലുള്ളതാണ് നമ്മളിപ്പോ ചെയ്തേക്കണേ അല്ലെ. നോക്കിയാൽ ഒരെണ്ണം നെഗറ്റീവ് നമ്പർ വെച്ച് ഒരു നെഗറ്റീവ് നമ്പർ വരുന്നത് ചെയ്തു, ഒരെണ്ണം പോസിറ്റീവ് നമ്പർ വരുന്നത് ചെയ്തു. അതായത് ഒരു വേരിയബിൾ മാത്രമുള്ള സംഖ്യ, അതായത് 2 ടേമിൽ ഒറ്റ ടേം ആയുള്ളൂ 10n എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ രീതിയിൽ വന്നാൽ എങ്ങനെ ചെയ്യും? മറ്റൊന്ന് ഫ്രാക്ഷൻ വരുന്ന രീതിയിലുള്ളതും ഞാൻ n-ാം പദം ഉള്ളത് നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട്. അപ്പൊ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് nth ടേം തന്നിട്ട് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിച്ചത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതാണ് n-ാം പദം തന്നാൽ എങ്ങനെയാണ് നമ്മൾ nth ടേം തന്നാൽ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി രൂപീകരിക്കുന്ന വിധം. അടുത്ത ടോപ്പിക് ഇനി നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് ഇഫ് 2 ഡിഫറെന്റ് ടേംസ് ഇൻ 2 ഡിഫറെന്റ് പൊസിഷൻസ് ആർ ഗിവൺ. അതായത് 2 വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വേറെ സ്ഥലത്ത് പൊസിഷനിൽ കിടക്കുന്ന 2 വ്യത്യസ്ത പദങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഹൗ ക്യാൻ വി ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്? അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം? അതായത് 2 ഡിഫറെന്റ് പൊസിഷനിൽ കിടക്കുന്ന 2 വ്യത്യസ്ത പദങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു എങ്കിൽ നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം? അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, കോമൺ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഉദാഹരണം ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഇഫ് 6th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, ഒരു സമാന്തര ശ്രേണിയുടെ ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 48. ഒരു സമാന്തര ശ്രേണിയുടെ 6-ാം പദം 48 ആണ്. മറ്റൊന്ന് വന്നിരിക്കുന്നത് 48th ടേം 48ാമത്തെ പദം എന്ന് പറയുന്നത് 6 ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് ഏത് പൊസിഷനിലുള്ള സംഖ്യ വേണമെങ്കിലും കാണാം, അതുപോലെ ഫസ്റ്റ് ടേം കാണണമെങ്കിൽ കാണാം, കോമൺ ഡിഫറൻസ് കിട്ടിയാൽ ഇതെല്ലാം കാണാം. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നതെങ്കിൽ, അതായത് ഡിഫറെന്റ് പൊസിഷൻ കണ്ടല്ലോ. 6th ടേം എന്ന് പറയുന്നത് 6 6ാമത്തെ പദം, 48 48th ടേം എന്ന് പറയുന്നത് 48ാമത്തെ പദം. ഇവിടെ 2 വ്യത്യസ്ത പൊസിഷനിലുള്ള സംഖ്യ, അതിന്റെ ഉത്തരം, അതായത് അത് ഏതാണ് ആ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ടേം ഏതാണ് എന്നും നമുക്ക് തന്നിരിക്കുകയാണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന്റെ കോമൺ ഡിഫറൻസ് ആയ ഡി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഡിഫറൻസ് ഇൻ ടേംസ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ. ഡിഫറൻസ് ഇൻ ടേം ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ ചെയ്താൽ മതി. അതാണ് അത് കണ്ടുപിടിക്കാനുള്ള കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്താണ് അത്? മലയാളത്തിൽ എഴുതുമ്പോ എന്താണ്? പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, പദങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം. ഇത് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു കാര്യം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. അപ്പൊ ഡിഫറെന്റ് പൊസിഷനിലെ ഡിഫറെന്റ് പദങ്ങൾ, അതായത് പൊസിഷൻ, അതായത് 6ാമത്തെ ടേം എന്ന് പറയുന്നത് 48ഉം 48ാമത്തെ ടേം എന്ന് പറയുന്നത് 6ഉം തന്നിരിക്കുകയാണെങ്കിൽ വ്യത്യസ്ത പൊസിഷനിലുള്ള പദങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ തരുമ്പോൾ നമുക്ക് നേരിട്ട് ഒരു ഇക്വേഷൻ ചെയ്താൽ മതി. ഡി കാണാം, കോമൺ ഡിഫറൻസ് കാണാം, ഡിഫറൻസ് ഇൻ ടേംസ് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ കൊടുത്ത് ഈ ഒരു കണക്ക് ചെയ്ത് നോക്കിയാലോ. ഡിഫറൻസ് ഇൻ ടേംസ് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 6 ആണ്, 2ാമത്തെ പദം, അതിൽ നിന്ന് 48 കുറയ്ക്കാം. പൊസിഷൻ തമ്മിലുള്ള വ്യത്യാസം 48 - 6, അതായത് 2ാമത്തേതാണല്ലോ അറ്റത്തേക്ക് പോകുമ്പോൾ അകന്നു പോകുന്ന ആ ലാസ്റ്റ് ടേം ഏതാണ് നമുക്ക് തന്നിരിക്കുന്നതിൽ അവസാനത്തെ പദം, അതിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. അപ്പൊ ലാസ്റ്റത്തെ ടേം തന്നിരുന്നത് 6 ആണ്. 48ാമത്തെ പദമാണോ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിൽ
അവസാനത്തെ പദമായിട്ട് വരുന്നത്. അപ്പൊ 48ാമത്തെ പദം 6, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ചെയ്യുമ്പോൾ 6 - 48, ഡിഫറൻസ് ഇൻ ടേംസ് 6 - 48. പൊസിഷൻ തമ്മിലുള്ള വ്യത്യാസം 48 ആണല്ലോ അറ്റത്തെ പൊസിഷനിൽ കിടക്കുന്നത്, അതിന് മുമ്പാണ് 6 വരിക, അതുകൊണ്ട് 48 - 6. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യത്തേത് നമുക്കറിയാം 6 - 48 എന്ന് പറയുമ്പോൾ നമുക്ക് വലുതിന്ന് ചെറുത് കുറയ്ക്കണം, വലുതിന്റെ ചിഹ്നം ഇടണം. 48 - 6 ആണ് ചെയ്യേണ്ടത്. 48 - 6 നമുക്കറിയാം 42 ആണ്, പക്ഷെ വെറും 42 അല്ല, -42. ബിക്കോസ് കാരണം എന്താ? 48 ആണ് ഇതിൽ വലുത്, ചെറുത് 6 ആണ്. അപ്പൊ 48 നെഗറ്റീവ് ആണ്. -42/42 -6 നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാ വരിക 42. കാരണം ഇവിടെ പോസിറ്റീവ് 42 ആണ് അല്ലെ, പോസിറ്റീവ് അല്ലേ 42 എന്ന് പറയുന്നത്. കാരണം 48 നിന്നാണ് നമ്മൾ 6 കുറച്ചത്, പക്ഷെ മുകളിൽ അങ്ങനെയല്ല, 6 നിന്നാണ് 48 കുറച്ചത്. അപ്പൊ വലുതിന്ന് ചെറുത് കുറയ്ക്കുന്നു, വലുതിന്റെ ചിഹ്നം -42 മുകളില് ന്യൂമറേറ്ററിൽ അംശത്തിൽ വരും. ഡിനോമിനേറ്ററിൽ 48 - 6 ഡയറക്റ്റ് ആണ്, അപ്പൊ നമ്മൾ 42 തന്നെ എഴുതുന്നു. വെട്ടിപ്പോകും 42 ഒരു പ്രാവശ്യം. ദ ആൻസർ ഈസ് -1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -1 ആണ്. കോമൺ ഡിഫറൻസ് കിട്ടിയിരിക്കുന്നത് -1 ആണ്. എങ്ങനെയാ കിട്ടിയത്? നമ്മൾക്ക് നേരെ ഇനി കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് പൊസിഷനിലെ സംഖ്യ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം, ഫസ്റ്റ് ടേം വേണമെങ്കിൽ കണ്ടുപിടിക്കാം, അതൊക്കെ കണ്ടുപിടിക്കാം. നമ്മൾ ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോ വ്യത്യസ്ത സ്ഥാനങ്ങളിലുള്ള പദങ്ങൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പൊതുവ്യത്യാസമാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, ഡിഫറൻസ് ഇൻ ടേംസ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താലോ? ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. 25th term ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 25ാം പദം എന്ന് പറയുന്നത് 50 ആണ്. 50th term 50ാമത്തെ പദം എന്ന് പറയുന്നത് 25 ആണ്. സോ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എത്രയായിരിക്കും? 25ാം പദം തന്നിരിക്കുന്നു 50, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് 50ാമത്തെ പദം വരെ. 50ാമത്തെ പദം തന്നത് 25 ആണ്. നമുക്ക് ഈ രീതിയിൽ ഒന്ന് ചെയ്താലോ? പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 25 - 50, 25 - 50 ബൈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, പൊസിഷൻ തമ്മിലുള്ള വ്യത്യാസം 50 - 25 ആണല്ലോ. അപ്പൊ അത് എഴുതുന്നു. നമുക്ക് നേരത്തെ ചെയ്ത പോലെ വലുതിന്ന് ചെറുത് കുറയ്ക്കാം. -25 ആണ് വരിക, കാരണം 50ന്ന് 25 കുറയ്ക്കുന്നു, വലുതിന്റെ ചിഹ്നം നെഗറ്റീവ് ബൈ ഇവിടെ 50ന്ന് 25 നേരിട്ടാണ് കൊടുക്കുക. നമുക്ക് 25 വെട്ടിപ്പോകും 1 ടൈം, അവിടെയും നമുക്ക് -1 ആണ് നമുക്ക് കോമൺ ഡിഫറൻസ് ആയിട്ട് കിട്ടുക. അപ്പോ ഈ രീതിയിലാണ് നമ്മൾ ഡിഫറെന്റ് പൊസിഷൻസിലുള്ള വ്യത്യസ്ത സ്ഥാനങ്ങളിലെ പദങ്ങൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ പദങ്ങള് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്ന രീതി. ഇനി ഇതിൽ നിന്ന് നിങ്ങളോട് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീക്വൻസിലെ, ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടൈം എന്തായിരിക്കും? ഫസ്റ്റ് ടൈം നമുക്ക് തന്നില്ല, ആദ്യത്തെ ക്വസ്റ്റ്യനിലും ഇല്ല. 6th ടേമും 48th ടേമും ആണ് തന്നെ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 25th ടേമും 50th ടേമും ആണ് കണ്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യത്തില്, രണ്ടാമത് ചെയ്ത ചോദ്യത്തില് ഫസ്റ്റ് ടേം ഒന്ന് കണ്ടുപിടിച്ചാലോ? നിങ്ങൾ നോക്കി, ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി. 25th ടേമും തന്നിട്ടുണ്ട്, 50th ടേമും നമുക്ക് തന്നിട്ടുണ്ട്, 25ാം പദവും തന്നിട്ടുണ്ട്, 50ാമത്തെ പദവും തന്നിട്ടുണ്ട്. നമുക്കറിയാലോ 25th ടേം എന്ന് പറഞ്ഞാൽ 25th ടേം 25ാം പദം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തും? A+24D. മറന്നുപോയോ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്, ഏതെങ്കിലും ഒരു പൊസിഷനിലെ ടേം ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ ഒന്ന് കുറച്ച് പൊതുവ്യത്യാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആദ്യ പദം കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 25th ടേം എന്ന് പറയുമ്പോൾ A+24D എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ആ 25th ടേം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണത്? 50. 50 ഇവിടെ എഴുതാം. ഇനി നമുക്ക് A+24 ഇൻറ്റു D എത്രയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? -1. 24 ഇൻറ്റു -1 ഈക്വൽ ടു 50. വീണ്ടും എഴുതാം, വീണ്ടും താഴേക്ക് A+ ഇറക്കി എഴുതാം. 24 ഇൻറ്റു -1 എന്ത് വരും? -24 ഈക്വൽ ടു 50. ഇനി ഇതൊന്ന് സോൾവ് ചെയ്യാം. എ ആണ് കണ്ടുപിടിക്കേണ്ടത്, അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് ടേം 50 നമ്മൾ ഇവിടെ എഴുതുന്നു. -24 അപ്പുറത്തേക്ക് പോകുമ്പോൾ അതെന്താകും? +24. ദാറ്റ് മീൻസ് A ഈസ് ഈക്വൽ ടു 74. ഒന്നാം പദം A എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? 74. 74 കിട്ടി. -24 ആയിരുന്നു, അത് അപ്പുറത്തേക്ക് ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോ +24 ആയി. A ഈക്വൽ ടു 74 എന്ന് കിട്ടി. അപ്പൊ A കിട്ടിയല്ലോ, A കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നിങ്ങൾക്ക് ഏത് പൊസിഷനിലെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് രണ്ടാമത് പഠിച്ച കാര്യം. ഏതെങ്കിലും ഡിഫറെന്റ് പൊസിഷൻസിലുള്ള ടേംസ് തന്നാൽ, പദങ്ങൾ തന്നാൽ അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിലെ ഒന്നാമത്തെ പദം, ആ ഒരു ശ്രേണിയിലെ, ആ ഒരു സീക്വൻസിലെ ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കാം, ഇത് രണ്ടുമാണ് ഇപ്പൊ ചെയ്തത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ അവസാനമായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മൾ അടുത്ത ടോപ്പിക് ആണ്, സം ഓഫ് ടേംസ്.
സം ആണ് കണ്ടുപിടിക്കാൻ പോണേ. സം ഓഫ് ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുകയാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുക. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക. ഇപ്പൊ ഒരു സമാന്തര ശ്രേണി കുറെ സംഖ്യകളായിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സമാന്തര ശ്രേണി, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് അതിന്റെ ഫസ്റ്റ് 10 ടേംസിന്റെ തുക കാണുക, സം കാണുക, അല്ലെങ്കിൽ 20 ടേംസിന്റെ തുക കാണുക, 100 ടേംസിന്റെ തുക കാണുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങനെ ഇരുന്ന് ആഡ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഓരോ ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തുടങ്ങാൻ പോകുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഒന്നാമത് പഠിക്കാൻ പോകുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ് കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. എണ്ണൽ സംഖ്യകളുടെ തുക. എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ SN, അതാണ് സമ്മ് കാണാനുള്ള ഒരു എന്താ പറയാ ഡിനോമിനേഷൻ നമ്മൾ ഇവിടെ കൊടുക്കുക. SN, സം ഓഫ് നമ്പർ ഓഫ് ടേംസ്. എത്ര പദങ്ങളുടെ തുകയാണോ അതാണ് S, സമ്മാണ്. അപ്പൊ എത്ര പദങ്ങളുടെ ആണെന്ന് നമുക്ക് നോക്കാം. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1, 2, 3, 4 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എത്ര വേണമെങ്കിലും പോകാം. ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് 1 മുതൽ 1 എന്ന് തുടങ്ങി 25 വരെയുള്ള പദങ്ങളുടെ തുകയാണ് നമുക്ക് കാണേണ്ടത്. ഇതിന്റെ സം കാണണം. സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്, 25 നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക കാണണം എന്ന് വിചാരിക്കുക. 1 മുതൽ തുടങ്ങി 25 വരെയുള്ള പദങ്ങളുടെ എണ്ണൽ സംഖ്യകളാണ് എല്ലാം. എണ്ണൽ സംഖ്യകളുടെ തുക കാണണമെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. n into n plus 1/2 ആണ്. അതായത് n into n plus 1/2. വാട്ട് ഈസ് n? അപ്പൊ എന്താണ് n? എണ്ണം, സംഖ്യകളുടെ എണ്ണം. 1 മുതൽ 25 വരെ എന്ന് പറയുമ്പോൾ എത്ര പദങ്ങൾ ഉണ്ട് അതിനകത്ത്? 25 പദങ്ങളാണ്. 1 തുടങ്ങി നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് അതിന്റെ ഇടയിൽ വേറെ ഒന്നും വിട്ടുപോയിട്ടില്ല. 1 മുതൽ 25 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് 25 എണ്ണം, അതായത് 25 നമ്പേഴ്സ് ആണ് അതിനകത്ത് പെടുക. അപ്പൊ എന്നിന്റെ സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത് 25 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോകുമ്പോ 25 എന്നിന്റെ സ്ഥാനത്ത് കൊടുക്കുന്നു. ബ്രാക്കറ്റില് 25 plus 1 കൊടുക്കുന്നു. /2 ഉണ്ട്. വീണ്ടും നമുക്ക് ചെയ്യാം. 25 into 25 plus 1 26 ആണ്. /2. ഈ 2 നമുക്ക് 26 ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ഈവൺ നമ്പർ നമുക്ക് 2 വെച്ച് സ്ട്രൈക്ക് ചെയ്യാം, വെട്ടിക്കളയാം. 2 എത്ര പ്രാവശ്യം? 1, 2, 2 ഒരു പ്രാവശ്യം, 3, 6 3 പ്രാവശ്യം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 25 into 13 ആണ്. 25 into 13 ചെയ്താൽ അതിന്റെ ഗുണനഫലം പ്രോഡക്റ്റ് ചെയ്താൽ നമുക്ക് 25 പദങ്ങളുടെ തുക കിട്ടും. അപ്പൊ 25 into 13. 3 5s are 15, balance 1, 6 plus 1 7, 1 5 is 5, 1 2 is 2. 325. അതായത് ആദ്യത്തെ 25 പദങ്ങളുടെ തുകയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദ നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിംഗ് ഫ്രം 1 to 25. 1 മുതൽ 25 വരെ തുടങ്ങുന്ന എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. ഇത് 325. എന്താണ് ഇക്വേഷൻ? SN equal to n into n plus 1/2. ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാൻ വേണ്ടി മാത്രമാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെയൊക്കെ ഇക്വേഷൻസിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതിപ്പോ നമ്മൾ ഇന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിന്റെ സം കാണാനുള്ള ഇക്വേഷൻ മാത്രമാണ് n into n plus 1. അപ്പൊ മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ തന്നാലോ? 1 plus 2 plus 3 ഇങ്ങനെയും അരിത്തമെറ്റിക് സീക്വൻസ് പ്ലസ് ഇട്ട് ചെയ്തു. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് 50 ആദ്യത്തെ 50 പദങ്ങളുടെ കണ്ടല്ലോ, പ്ലസ് 50 50 വരെ നിങ്ങൾ ആഡ് ചെയ്യണം. 1 തുടങ്ങി 50 വരെ ആഡ് ചെയ്താൽ ഇങ്ങനെ കൂട്ടി എടുക്കുക ബുദ്ധിമുട്ടാണ്. പകരം നമുക്ക് ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാം. SN equal to n into n plus 1/2. അപ്പൊ എത്രയാണ് n? എത്ര ടേംസ് ഉണ്ട്? 50. ലാസ്റ്റ് തന്നിരിക്കുന്ന നമ്പർ തന്നെയാണ് എണ്ണമായിട്ട് വരിക. 50 into 50 plus 1/2. 50 അങ്ങനെ തന്നെ എഴുതാം. ഇൻറ്റു 50 plus 1 51. ഇവിടെ നമുക്ക് വെട്ടാൻ പറ്റുന്നത് ഇത് വെച്ചാണ്. 50 25 into 51. അതാണ് എന്ത് നമ്മളുടെ 50 പദങ്ങളുടെ തുക കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന 25 into 51 ഗുണിച്ച് എഴുതിയാൽ മതി. 25 into 51. 1 5 is 5, 1 2 is 2, 5 5s are 25, balance 2, 10 plus 2 12, 5 7 2. 1275. 1275 1 മുതൽ 50 വരെയുള്ള പദങ്ങളുടെ തുക. അപ്പൊ 2 കണക്കുകളാണ് നമ്മൾ ചെയ്തത്. ഇതെല്ലാം ഇക്വേഷൻ സെയിം ആയിട്ട് തന്നെയാണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സംഖ്യാനം സിമ്പിൾ ആണ്. കാരണം എണ്ണം എത്രയാണ്, എത്ര സംഖ്യകളുടെ തുകയാണ് കാണേണ്ടത് നോക്കുക. 1 മുതൽ 50 വരെയാണോ, 25 വരെയാണോ, 75 വരെയാണോ, 100 വരെയാണോ, അങ്ങനെയൊക്കെ നോക്കുക. അത് കൊടുത്തിട്ട് ആ എന്നിന്റെ സ്ഥാനത്ത് ആ എണ്ണം കൊടുക്കുക. n into 1 plus 1/2 കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സം കാണാനുള്ള ഇക്വേഷൻ കംപ്ലീറ്റ് ആകും.
അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? തന്നിരിക്കുന്ന nth ടേമിൽ നിന്ന് n-ാം പദം തന്നാൽ സമാന്തര ശ്രേണി ഹൗ ക്യാൻ വി ഫോം ദ അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെയാണ് രൂപീകരിക്കുന്നത് എന്ന് പഠിച്ചു. പിന്നെ ഡിഫറെന്റ് പൊസിഷനിലെ വ്യത്യസ്ത സ്ഥാനങ്ങളിലെ ഡിഫറെന്റ് ടേംസ് തന്നാൽ അതിൽ നിന്ന് ഡി കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാം, ഫസ്റ്റ് ടേം എങ്ങനെ കാണാം അതും പഠിച്ചു. പിന്നെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് സം ഓഫ് ടേംസ്. എല്ലാ പദങ്ങളും, അതായത് ഒരു സമാന്തര ശ്രേണിയിലെ എത്ര പദങ്ങൾ ഉണ്ടെങ്കിലും അവയുടെ തുകയിൽ ഒന്നാമത്തെ കാര്യം മാത്രമേ പഠിച്ചിട്ടുള്ളൂ, നാച്ചുറൽ നമ്പറിന്റെ. ഏതാണ്? എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നതാണ് ചെയ്തത്. 25 പദങ്ങളുടെ തുകയും കണ്ടിട്ടുണ്ട്, 50 പദങ്ങളുടെ തുകയും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഡിഫറെന്റ് നമ്പേഴ്സ് എടുക്കുക, 1 മുതൽ 75 വരെ നോക്ക്, അല്ലെങ്കിൽ 1 മുതൽ 80 വരെ നോക്ക്, 40 വരെ, എത്ര വേണമെങ്കിലും നിങ്ങൾ കൂടി ഒന്ന് ട്രൈ ചെയ്ത് കൂടുതൽ പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കുക. അപ്പൊ ഇന്ന് പഠിച്ച 3 വ്യത്യസ്ത ഡിഫറെന്റ് ടോപ്പിക്കുകളാണെന്ന് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ പഠിച്ചത്. പഠിച്ചിട്ട് അടുത്ത ദിവസം വീണ്ടും വരിക, അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.